കൊച്ചി കാക്കനാട് ആക്രിക്കടയിലെ തീപിടുത്തം നിയന്ത്രണ വിധേയം. പ്രദേശത്ത് ഇപ്പോഴും കനത്ത പുക ഉയരുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ആക്രിക്കട പ്രവർത്തിച്ചത് ലൈസൻസ് ഇല്ലാതെയാണ്. 7 വർഷമായി ഗോഡൌൺ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ലൈസൻസ് എടുത്തിട്ടില്ല എന്ന് ഉടമ കബീർ 24-നോട് പറഞ്ഞു. ഒന്നും ചെയ്തല്ല, ഒരു കുറച്ച് ഡമ്മി ഉണ്ടല്ലോ, മാനിക്കനുണ്ട്, അതെടുത്ത് സെറ്റ് ചെയ്ത് വേറെ ആൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം അതിന് വന്നതാണ്. ഇന്ന് പണിയില്ല. ഇന്ന് ഒരു 10-25 രൂപ ഉദ്ദേശം. ലൈസൻസ് ഇല്ല, ഇതിന് ലൈസൻസ് ഇല്ല, അതിനൊക്കെ ലൈസൻസ് ഉണ്ട്. ഇല്ല, ഇപ്പം ലൈസൻസ് കൂടാതെ പ്രവർത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യം. വരുമ്പോൾ എന്താണെന്ന് ചെയ്യാൻ പോരാ. കുലുമാലൊക്കെ PUC സർട്ടിഫിക്കറ്റൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. എടുക്കണമെന്ന് പറഞ്ഞു. 7 വർഷം. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിച്ചത് ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്നത് ഗുരുതര വീഴ്ചയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള പറയുന്നു. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ആ പ്രദേശത്ത് ഇപ്പോഴും അതിൻ്റെ കനത്ത പുക തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ തീപിടുത്തത്തിൻ്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോൾ വരുന്നുണ്ടോ? ഒപ്പം തന്നെ ഒരു സ്ഥാപനം 7 വർഷമായി അവിടെ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന കാര്യവുമാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ, ശ്യാംകുമാർ? റിജിത്ത്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനവാസ മേഖലയിൽ ഇത്തരമൊരു സ്ഥാപനം ലൈസൻസ് ഇല്ലാതെ 7 വർഷം പ്രവർത്തിച്ചിട്ടും തൃക്കാക്കര നഗരസഭയിലെ ഉദ്യോഗസ്ഥർ അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭ അധ്യക്ഷയോട് ചോദിക്കുമ്പോഴും ആരും പരാതി പറഞ്ഞില്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് നൽകുന്നത്. പക്ഷേ ഇവിടെ പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്ന വിവരം അറിയില്ലായിരുന്നു എന്ന ചോദ്യത്തിന് നഗരസഭാ അധ്യക്ഷ ഒടുവിൽ പറഞ്ഞത്, നാളെ കൗൺസിൽ യോഗം ചേരുന്നുണ്ട്, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും, വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നുള്ള ഒരു ഉത്തരം പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഫയർഫോഴ്സ് മണിക്കൂറുകളായി ഈ തീപിടുത്തം നിയന്ത്രിച്ചിട്ട് നിലവിൽ ഉയരുന്ന മാലിന്യങ്ങൾ JCB കൊണ്ട് ഇളക്കി മാറ്റി തീ പൂർണ്ണമായും കെടുത്തുകയും പുക നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ കെട്ടിടത്തിൻ്റെ മറുവശത്തുണ്ടായിരുന്ന ഷീറ്റുകൾ മൊത്തം JCB ഉപയോഗിച്ച് നേരത്തെ പൊളിച്ചു നീക്കിയിരുന്നു. അവിടെ കത്തി ദ്രവിച്ച ഒരു തെങ്ങ് മറിച്ചിട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കി പല ഭാഗത്തു നിന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളായി ഈ പുക, വിഷപ്പുകയാണ് ഉയരുന്നത്, അത് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരേ സമയം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് പുക ഉയരുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ട് ഇവിടെ നിൽക്കുന്നവർക്കുൾപ്പെടെ ഉണ്ടാക്കുന്നുണ്ട്. ആ പുകയിലാണ് ആ ഉദ്യോഗസ്ഥർ നിന്ന് ജോലി ചെയ്യുന്നത്. ഇത്രയും അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടായത് ഈ നഗരസഭയുടെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയാണ്. കാരണം കൊച്ചിയിലും ഇതേപോലെ തന്നെയുള്ളൊരു വീഴ്ചയുണ്ടായി. അവിടെയും ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടിയുണ്ടായി. പക്ഷേ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഫയർ NOCയോ നഗരസഭയുടെ അനുമതിയോ ഇല്ലാതെ പ്രവർത്തിച്ചു എന്ന് 7 വർഷമായി ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ന്യായം എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഏതായാലും നിലവിൽ തീ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്. നഗരസഭയുടെ ഉദ്യോഗസ്ഥർ അല്പം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിച്ചതോടുകൂടി നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെ ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ തീ നിയന്ത്രിച്ച നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും വലിയ നടുക്കമുണ്ടാക്കുന്ന കാര്യം, നഗരഹൃദയത്തിൽ തന്നെ ഇങ്ങനെയൊരു സ്ഥാപനം, ഇങ്ങനെയൊരു ഗോഡൌൺ കഴിഞ്ഞ 7 വർഷമായി ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു. അത് കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതോ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോട് കൂടിയാണോ അത് പ്രവർത്തിച്ചതെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.